ലോക്സഭയിൽ ഇന്നും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടരും. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. 27-നാകും ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നും സത്യപ്രതിജ്ഞ തുടരും. ഒപ്പം ഈ മാസം 27-നായിരിക്കുമോ ഈ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവും? ഇന്നലെയാണ് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം തുടക്കമായിട്ടുള്ളത്. ആദ്യ 2 ദിനവും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് അജണ്ട നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നലെ കേരളത്തിലെ എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രിമാർ. അത് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനങ്ങളുടെ അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുന്നത്. കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായിട്ടുണ്ട്. ഇന്നും ലോക്സഭയിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് അജണ്ടയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ നാളെയോടുകൂടി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായാൽ ലോക്സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് 18ാം ലോക്സഭയുടെ സ്പീക്കറെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. NDAയുടെ ഭാഗത്തുനിന്ന്, BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗത്തുനിന്നും ഒപ്പം പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നും സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാകും. അതിൽ നിന്ന് സ്പീക്കറെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും ലോക്സഭയുടെ നടപടിക്രമങ്ങൾ മുൻപോട്ട് പോവുക. KP സൂചിപ്പിച്ചതുപോലെ 27-നായിരിക്കും രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അതായത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിൽ സർക്കാരിൻ്റെ നയങ്ങൾ സംബന്ധിച്ച്, മുൻപോട്ട് പോക്ക് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ രാജ്യസഭയിലും ലോക്സഭയിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയും ഒപ്പം അവസാന ദിനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗവും ഉണ്ടാകും. ജൂലൈ 3-നാണ് രാജ്യസഭയും ലോക്സഭയും അവസാനിക്കുന്നത്. ജൂലൈ 2-നോ 3-നോ രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകും. ഇത്തരത്തിലാണ് അജണ്ട ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുന്നത്. ഇന്നലെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിരുന്നു. വികസിത ഭാരതം ഉറപ്പാക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം. ഒപ്പം ഇതൊരു ചരിത്രമാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം, ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇതാദ്യമായാണ് ഒരു സർക്കാരിന് തുടർച്ചയായി മൂന്നാം തവണയും ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം എന്ത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഒരു പ്രതിഷേധത്തോടു കൂടിയായിരുന്നു ഇന്നലെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഈ സഭയ്ക്ക് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപവും നടത്തിക്കൊണ്ട് പാർലമെന്റിനകത്തേക്ക് കയറിയ പ്രതിപക്ഷ അംഗങ്ങളെ രൂക്ഷമായ ഭാഷയിൽ പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി. അതായത് മുൻപ് ജനാധിപത്യത്തിൻ്റെ കറുത്ത ദിനങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള കോൺഗ്രസ് ആണ് ഇന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് എന്ന് അർത്ഥം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു അടിയന്തരാവസ്ഥയുടെ വാർഷികത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നലെ പ്രസ്താവന നടത്തുകയുണ്ടായി. ഇന്ന് ഇരുണ്ട ദിനത്തിൻ്റെ വാർഷികം കൂടിയാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നും ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് അജണ്ടയായി നിശ്ചയിച്ചിട്ടുള്ളത്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ കറുത്ത അധ്യായത്തിന്റെ ചരിത്രത്തിൽ, ഭാരതത്തിന്റെ ചരിത്രത്തിൽ കുറിയിട്ട ആ കറുത്ത അധ്യായത്തിന്റെ 49-ാം ആണ്ട്. ഒപ്പം BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലുള്ളൊരു സാധ്യത സ്വാഭാവികമായും ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ നിരയെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും കറുത്ത അധ്യായങ്ങൾ ഭാരതത്തിലേക്ക് എഴുതി ചേർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണല്ലോ, അതിൻ്റെ വ്യഗ്രതയിലാണല്ലോ. അത് തന്നെയാണ് നേരത്തെ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പോലും 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പോലും അത്തരത്തിലുള്ളൊരു സൂചനകളാണ് അവർ നൽകിയത്. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് രാജ്യം ദ്രുതം വികസനത്തിലേക്ക് കുതിക്കുകയാണ്. മൂന്നാം സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ജനക്ഷേമ പദ്ധതികൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതായിരിക്കും. പക്ഷേ അതിനെ തുരങ്കം വയ്ക്കുന്ന, അതിനെ വികാരം നിൽക്കുന്ന സമീപനങ്ങൾ സ്വാഭാവികമായും ഈ സഭാ സമ്മേളനങ്ങൾ പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് ഇന്ത്യ സഖ്യം അതിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടത്തുന്നതും, അല്ലേ?
കെ.പി. അടിയന്തരാവസ്ഥയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. 10:30-ക്ക് ശേഷം ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധ പരിപാടികളാണ് ഇന്ദിരയുടെ കിരാത ഭരണത്തിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ സമയത്ത് നടത്തിയിട്ടുള്ള പോരാട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന മനുഷ്യ അവകാശ ലംഘനങ്ങൾ, അല്ലെങ്കിൽ മുഴുവൻ അവകാശങ്ങളെയും ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ആ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന, അതിനെ അനുസ്മരിക്കുന്ന നിരവധി പരിപാടികൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തീർച്ചയായും പാർലമെന്റിന് പുറത്ത് ഇന്ന് സഭാ സമ്മേളനത്തിന് മുൻപായി പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്നലെയും പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഈ ക്രിയാത്മകമായ ചർച്ചകൾക്ക് പ്രതിപക്ഷത്തിന്റെ സഹകരണം ആവശ്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ക്രിയാത്മക പ്രതിപക്ഷമാകാൻ ഈ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ സഭാ സമ്മേളനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ സഭയ്ക്കകത്ത് ക്രിയാത്മകമായ ചർച്ചകൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമാധാനപരമായി സഭാ നടപടികൾ പൂർത്തിയാക്കാനോ അനുവദിക്കാതെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് എപ്പോഴും സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പലപ്പോഴും അതിരുവിട്ട പ്രകടനങ്ങൾ, അതിരുവിട്ട പ്രതിഷേധങ്ങൾ സഭയ്ക്കകത്തുണ്ടാവുകയും ലോക്സഭാ സ്പീക്കറുടെയും കൂടാതെ രാജ്യസഭാ അധ്യക്ഷന്റെയും എല്ലാം രൂക്ഷമായ വിമർശനങ്ങളും രൂക്ഷമായ അച്ചടക്ക നടപടിയും കഴിഞ്ഞ സഭാ സമ്മേളന കാലയളവിലും പ്രതിപക്ഷാംഗങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് 18ാം ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം കഴിഞ്ഞ ദിവസം പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സഭയ്ക്കകത്ത് ക്രിയാത്മകമായ ചർച്ചകൾ നടക്കണം, അതിനായി പ്രതിപക്ഷം പൂർണ്ണമായും സഹകരിക്കണം എന്ന ആഹ്വാനം നടത്തിയിട്ടുണ്ട്. അപ്പം മോദി സർക്കാരിനെ സംബന്ധിച്ച്, മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇന്നലെയും സഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള കൃത്യമായ പ്രവർത്തനമായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.